ചേർത്തെഴുതുമ്പോൾ വെറും ഒരു വാക്ക് മാത്രമാണ് സ്നേഹം. പക്ഷേ ചേർത്ത് പിടിക്കുമ്പോൾ ആ വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്, അല്ലേ? ചിലരൊക്കെ നമ്മളോട് ചോദിക്കാറില്ലേ, എന്തിനാണ് അവരെ ഇത്രയധികം സ്നേഹിക്കുന്നത്, എന്തിനാ അവരെ ജീവനെ പോലെ കൊണ്ടു നടക്കുന്നത്, നാളെ ഒരിക്കൽ അവർ നമ്മളെ വേണ്ടെന്ന് വെച്ചാലോ, നമുക്ക് അവരെ നഷ്ടമായാലോ നമ്മൾ ഒരുപാട് വേദനിക്കേണ്ടി വരും എന്നൊക്കെ. ശരിയാണ്. പക്ഷേ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർക്ക് ഒരിക്കലും സ്നേഹത്തെ അളന്നു തിട്ടപ്പെടുത്തി കൊടുക്കാനോ മുറിച്ച് വീതിച്ചു കൊടുക്കാനോ ആവില്ല. ചിലപ്പോൾ നഷ്ടമായേക്കാം. അതുവരെയും സ്നേഹം കൂടുതലല്ലാതെ കുറവ് നൽകാൻ ചിലർക്ക് കഴിയില്ല, അല്ലേ? വിശപ്പടങ്ങിയാൽ എത്ര രുചികരമായ ഭക്ഷണമാണെങ്കിലും മടുക്കും. അതുപോലെ തന്നെ ആവശ്യം കഴിഞ്ഞാൽ എത്ര മനോഹരമായ ബന്ധമായാലും മറക്കും, മടുക്കും, അല്ലേ? നാം എത്ര മഹത്തായ കാര്യങ്ങൾ കേൾക്കുകയോ വായിക്കുകയോ ചെയ്താലും നമ്മുടെ ജീവിതത്തിൽ അത് പകർത്തുന്നില്ലെങ്കിൽ പിന്നെ ഒരു പ്രയോജനമില്ല. ഓക്കെ. കൈവിട്ട് കളയാൻ മനസ്സില്ലാത്ത സ്നേഹബന്ധവും മഷി തീർന്ന പേനയും ഒരുപോലെയാണ്. ഇനി ഒരു വരി പോലും തെളിയില്ലെന്നറിഞ്ഞിട്ടും പ്രതീക്ഷയോടെ വെറുതെ ഒന്ന് കുടഞ്ഞു നോക്കും, അല്ലേ? ഓക്കെ. ഭയപ്പെടാൻ തുടങ്ങിയാൽ ഭയപ്പെടുത്താനും ആളുണ്ടാവും. പിന്തിരിഞ്ഞോടാൻ തീരുമാനിച്ചാൽ ജീവിതകാലം മൊത്തം പിന്തിരിഞ്ഞോടാനേ സമയം കാണൂ. തോൽക്കാൻ തയ്യാറായാൽ മരണം വരെയും തോൽക്കേണ്ടി വരും. ഏത് സാഹചര്യത്തിലും മുന്നോട്ട് പോവുക, എന്നാൽ നിങ്ങൾക്ക് അന്തസ്സോടെ ജീവിക്കാം. ഓക്കെ. ദൂരം ഒരു ബന്ധവും അവസാനിക്കുന്നില്ല, കാലം ഒരു ബന്ധവും ഉണ്ടാക്കുന്നില്ല. സ്നേഹം ഹൃദയത്തിൽ നിന്നുള്ളതാണെങ്കിൽ ബന്ധങ്ങൾ വജ്രം പോലെ തിളങ്ങും. അവഗണന പോലും ആസ്വദിക്കാൻ പഠിച്ചവരെ അളക്കാൻ ശ്രമിക്കരുത്. ഒരുപക്ഷേ നിങ്ങൾക്കതിന് കഴിഞ്ഞെന്ന് വരില്ല. ഈ ഭാര്യ ഭർത്താക്കന്മാർ പിണങ്ങുമ്പോൾ വാശി കാണിക്കാതെ ആദ്യം വിട്ടുവീഴ്ച ചെയ്ത് മിണ്ടുന്നത് ആരായിരിക്കും? കമൻറ്റ് ചെയ്യണേ. ഒരുപാട് പേരെ നമ്മൾ പരിചയപ്പെടാറുണ്ട്. പക്ഷേ ചുരുക്കം ചില പേരോട് മാത്രമേ നമുക്ക് ഒരു ആത്മബന്ധം തോന്നാറുള്ളൂ. ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാൻ, വിശ്വാസത്തോടെ കാര്യങ്ങൾ പറയാൻ, ദുഃഖവും സന്തോഷവും എല്ലാം പങ്കുവെക്കാൻ അവർക്കത് തിരിച്ച് നമ്മളോടും ഉണ്ടെങ്കിൽ
അതൊരു മുതൽക്കൂട്ടാണ് നമ്മുടെ ജീവിതത്തിൽ. ഓക്കെ.